താങ്ക് യു എവരിവൺ ഫോർ ജോയിനിങ്. വിശുദ്ധ പൗലൂസ് ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 30-ാമത്തെ വാക്യം. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഇവിടെ പൗലൂസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്ന വലിയ ഒരു ആത്മീക യാഥാർത്ഥ്യം ക്രിസ്തീയ ലോകത്ത് ഒരുപാട് വികലമായി അവതരിപ്പിക്കുകയും അതിൻ്റെ പേരിൽ ധാരാളം ദൈവശാസ്ത്ര വീക്ഷണങ്ങൾ രൂപപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഇത്രയേ ഉള്ളൂ. അവിടെ പറയുന്നത്, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. അവൻ മുന്നറിഞ്ഞവരെ, ദൈവം നേരത്തെ അറിഞ്ഞവരെ തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അവർ അനുരൂപരാകേണ്ടതിന്, തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അവർ അനുരൂപരാകേണ്ടതിന് അവൻ എന്ത് ചെയ്തിരിക്കുകയാണ്? മുൻ നിയമിച്ചിരിക്കുകയാണ്. നമ്മൾ എവിടെയുണ്ട്? ദൈവത്തിൽ. അവൻ മുന്നറിയുകയാണ് നമ്മളെ. ഇത് വലിയൊരു ആത്മീക യാഥാർത്ഥ്യമാണ്. ഇതെല്ലാം ആരംഭിക്കുന്നത് ദൈവത്തിലാണ്. ദൈവത്തിൽ ആരംഭിച്ച് ദൈവത്തിൽ സംഭവിക്കുന്ന, ദൈവത്താൽ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു പ്രവൃത്തിയുടെ മുഴുവൻ ബാധ്യതയും ഉത്തരവാദിത്വവും ചുമതലകളും എല്ലാം മനുഷ്യന്റെ തോളിൽ കൊണ്ട് വെക്കുന്ന വികലമായ ഒരു സുവിശേഷമുണ്ട്. അത് സുവിശേഷം എന്ന് പറയാൻ പറ്റത്തില്ല. അത് വളരെ വ്യക്തമായി നമ്മൾ ഈ ഭാഗത്ത് പഠിക്കുകയാണ്. നമ്മൾ അവിടെ നോക്കുമ്പോൾ റോമാലേഖനം 8-ാം അധ്യായം 29-ാമത്തെ വാക്യമാണ്. അവൻ മുന്നറിഞ്ഞവരെ. നമ്മള് ഈ കർത്താവ് ക്യാമറ കുറച്ചുകൂടെ വൈഡാക്കാൻ പറ്റുമോ? അതിനിപ്പോ അടുത്ത പ്രാവശ്യം വല്ലതും നോക്കാം. ഇപ്പൊ ഇതിങ്ങനെ ഞാൻ റാണി അടിച്ചൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ കാരണം ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു പരിപാടിയല്ല. ഇവിടെ വേറെ ക്യാമറാമാൻമാരൊന്നും ഇല്ല. നമ്മുടെ സജിത്ത് ജോസഫിന്റെ ഒക്കെ പരിപാടിയാണെങ്കിൽ അവിടെ വലിയ ക്രൂ ഒക്കെ ഉണ്ട്. അങ്ങനെ അപ്പൊ അവർക്കൊക്കെ അത് ചെയ്യാൻ പറ്റും. ഞാനെന്ന് പറഞ്ഞ് ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ഒരാണിയല്ലോ ഇതിങ്ങനെ തൂക്കി വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ചെയ്യാം. ഓക്കെ. അപ്പൊ അവൻ മുന്നറിഞ്ഞവരെ, നമ്മളവിടെ പഠിക്കാൻ പോണ്ട ഒരു കാര്യമാണ്. നിങ്ങളവിടെ ശ്രദ്ധിക്കുക. അവൻ മുന്നറിഞ്ഞവരെ. അവിടെ വാട്ട് ഈസ് അവർ റോൾ? വാട്ട് ഈസ് യുവർ റോൾ? നിങ്ങളുടെ റോൾ എന്താണ് അവിടെ? നമ്മൾ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ ആ ശരിയായ രീതി പഠിക്കണം. അല്ല എങ്കിൽ പിശാച് നമുക്ക് ഗിൽറ്റ് കോൺഷ്യസ്, ബാഡ് കോൺഷ്യസ്, കുറ്റബോധം, ദുർമനസാക്ഷി ഇതൊക്കെ കൊണ്ടുവരുന്നതാണ്. ഇപ്പൊ ഇത് കണ്ടോ? ഒരു സെക്കൻഡേ. അങ്ങനെ കൺവീനിയന്റ് ടൈം ഉണ്ട് സാധന, പക്ഷെ നമുക്ക് സാധിക്കുന്നില്ല. റെക്കോർഡഡ് ലൈവ് ആളുകൾക്ക് പിന്നീട് കാണാം. ഇതാണ്. അപ്പൊ അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ. അപ്പൊ ഇവിടെ നമ്മൾ അവൻ മുന്നറിഞ്ഞവരെ, ഈ കർത്താവ്, കർമ്മം, ക്രിയ എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ടല്ലോ. അപ്പൊ ഇവിടെ ആരാണ് ഇത് ചെയ്യുന്നത്? ഹു ഈസ് ദ ഇനീഷ്യേറ്റർ? വിശ്വാസത്തിന്റെ നായകൻ യേശു കർത്താവാണ്. ദ വൺ ഹു സ്റ്റാർട്ട്സ് എ ഗുഡ് വർക്ക് ഇൻ യു. അപ്പം വൺ ഹു സ്റ്റാർട്ടഡ് എ ഗുഡ് വർക്ക് ഇൻ യു എന്ന് പറയുമ്പോൾ നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ആരാണ്? അത് ദൈവമാണ്. അപ്പൊ ഇവിടെ പറയാം അവൻ മുന്നറിഞ്ഞവരെ. അപ്പൊ ഈ മുന്നറിയുക എന്നുള്ളിടത്താണ് ഇത് തുടങ്ങുന്നത്. അത് ആരാണ് അറിഞ്ഞത്? ദൈവമാണ് അറിഞ്ഞത്. അവൻ മുന്നറിഞ്ഞവരെ. ഇവിടെയാണ്
ഈ കാൽവിനിസം ഒക്കെ വന്നിട്ട് വഴി പിരിയുന്നത്. ഇപ്പൊ ദൈവം മുന്നറിഞ്ഞവരെ ആരാണ്? കുറച്ചു പേരെ അറിഞ്ഞുള്ളൂ, കുറച്ചു പേരെ അറിഞ്ഞില്ല. അപ്പൊ ദൈവം അറിഞ്ഞവരും ദൈവം അറിയാത്തവരും എന്ന് രണ്ട് വിഭാഗമാകുകയാണ് മനുഷ്യർ. There we are helpless. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ ദൈവം പോലും അറിയുന്നില്ല, പിന്നെ നമുക്ക് എന്തു പ്രത്യാശയാണുള്ളത്? അവിടെയാത് നമ്മൾ മനസ്സിലാക്കുക. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. അപ്പൊ ആരുടെ സ്വരൂപത്തോട്? പുത്രന്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപരാകുവാൻ നമ്മളെ അപ്പോയിന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, നിയമിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ദൗത്യം പുത്രനോട് അനുരൂപപ്പെടുക. അതാണ് പറഞ്ഞത്, അവനോട് തുല്യം നാം ആകാൻ നമ്മെ പോലെ അവനായി. ദിസ് ഈസ് ഗോസ്പൽ. ഇതിൽ കുറഞ്ഞൊന്നും ഗോസ്പൽ അല്ല. നമ്മുടെ വിളി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വിളി പുത്രനോട് അനുരൂപരാകുക, ക്രിസ്തുവിൻ എന്ന അതേ പ്രതിമയായി രൂപാന്തരപ്പെടുക. ഇതിനുവേണ്ടി നമ്മളെ വിളിച്ചിരിക്കുകയാണ്. എപ്പോൾ വിളിച്ചു? ആര് വിളിച്ചു? മുന്നറിഞ്ഞവരെ അവൻ വിളിച്ചു. അടുത്തത് 30-ാമത്തെ വാക്യം. മുൻ നിയമിച്ചവരെ വിളിച്ചും. അപ്പൊ മുന്നറിഞ്ഞവരെ എന്ത് ചെയ്തു? മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചു. അത് മുന്നറിഞ്ഞവരിൽ കുറെ പേരെ നിയമിച്ചു, അങ്ങനെയല്ല. മുന്നറിഞ്ഞവരെ മുഴുവൻ എന്ത് ചെയ്തു? നിയമിച്ചു. അടുത്തത്, മുൻ നിയമിച്ചവരിൽ ചിലരെ വിളിച്ചും. അങ്ങനെയാണോ? അല്ല. മുൻ നിയമിച്ചവരെ മുഴുവൻ പേരെയും വിളിച്ചു. അടുത്തത്, വിളിച്ചവരിൽ കൊള്ളാകുന്നവരെ നീതീകരിച്ചു. അങ്ങനെയാണോ? അല്ല. വിളിച്ചവരെ മുഴുവൻ നീതീകരിച്ചു. അടുത്തത്, നീതീകരിച്ചവരിൽ മര്യാദക്കൊക്കെ നിന്നവരെ വിശുദ്ധീകരിച്ചു. ആണോ? അല്ല. നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. അപ്പൊ അവിടെ ഇതാണ്, ദൈവം മുന്നറിഞ്ഞു. അപ്പൊ ഈ പ്രോസസ്സ് നിങ്ങൾ നോക്കുക. ദൈവം മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചു. മുൻ നിയമിച്ചവരെ എന്ത് ചെയ്തു? വിളിച്ചു. മുൻ നിയമിച്ചവരെ വിളിച്ചു. അടുത്തത്, വിളിച്ചവരെ നീതീകരിച്ചു. നീതീകരിച്ചവരെ തേജസ്കരിച്ചു. ഓക്കെ, ഈ പ്രോസസ്സിൽ വാട്ട് ഈസ് യുവർ റോൾ? വാട്ട് ഈസ് മൈ റോൾ? മുന്നറിയുന്നതിന് എന്താണ് ക്രൈറ്റീരിയ? തോമസ് പി ജോൺ, ദാറ്റ് ഈസ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ആ ചോദ്യമല്ലേ ഞാനും ചോദിച്ചത്. മുന്നറിയുന്നതിന് എന്താണ് യോഗ്യത? അതെപ്പോഴാണ് അറിഞ്ഞത്? ലോക വീഴ്ചകൾക്ക് മുമ്പ് അവൻ നമ്മെ അറിഞ്ഞു. എവിടെ അറിഞ്ഞു? ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ. എങ്ങനെ അറിഞ്ഞു? നിഷ്കളങ്കരായിട്ട്, വിശുദ്ധരായിട്ട് അവൻ നമ്മെ അറിഞ്ഞു. അതാണ് എഫെസ്യൻസ് പറയുന്നത്. അപ്പൊ ലോകം വീഴുന്നതിന് മുമ്പ് ക്രിസ്തുവിൽ ദൈവം എന്നെയും നിങ്ങളെയും അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? പാപിയായിട്ട്, ദോഷിയായിട്ട്, കള്ളുകുടിയനായിട്ട്, നീചനായിട്ട്, അധർമ്മിയായിട്ട്, ഇങ്ങനെയൊന്നും അല്ല. ലോക വീഴ്ചകൾക്ക് മുമ്പ് ദൈവം ക്രിസ്തുവിൽ നമ്മെ അൺബ്ലെമിഷ്, ഇന്നസെന്റ് ആൻഡ് സെയിൻസ്, നമ്മളെ വിശുദ്ധരായിട്ട്, കുറ്റമില്ലാത്തവരായിട്ട്, വിശുദ്ധരായിട്ട്, നിഷ്കളങ്കരായിട്ട് അവൻ നമ്മെ കണ്ടു. അതാണ്
എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നത്, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. കണ്ടോ, ഇതാണ് തർജ്ജിമയിൽ വരുന്ന കുഴപ്പം. കാരണം മതം സ്വാധീനിക്കപ്പെടുന്ന ആളുകൾ ദൈവം ഔദാര്യത്തോടെ പറയുന്ന ആ വാക്യത്തെ എന്ത് ചെയ്യാണ്, എഴുതി വെച്ചിരിക്കുകയാണ്. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്, അതായത് നമ്മൾ എന്തോ ഒന്ന് ആകാൻ പോവാന്നാണ് ഇവിടെ തർജ്ജിമ വെച്ചത്. അങ്ങനല്ല അതിന്റെ അർത്ഥം, അങ്ങനെയല്ല ഒറിജിനൽ എഴുതിയിരിക്കുന്നത്. ലോക വീഴ്ചകൾക്ക് മുമ്പ്, ലോക സ്ഥാപനത്തിന് മുമ്പെന്നാണ് ഇവിടെ തർജ്ജിമ ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ലോക വീഴ്ചയ്ക്ക് മുമ്പ്, ലോകം വീഴുന്നതിന് മുമ്പ്, ബിഫോർ ദ ഫോൾ ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ വീഴ്ചയ്ക്ക് മുമ്പ് ദൈവം എങ്ങനെ നമ്മെ കണ്ടു? നമ്മെ നിഷ്കളങ്കരും വിശുദ്ധരുമായി നമ്മെ കണ്ടു. അതാണ് തെരഞ്ഞെടുക്കുകയും. മനസ്സിലായോ? തെരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. ഈ മുൻ നിയമനത്തെ കുറിച്ചാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. മുൻ നിയമിച്ചിരിക്കുന്നു. ഇത് മുഴുവൻ ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, ദൈവം ചെയ്ത കാര്യമാണ്. അല്ലാതെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യമോ, നമ്മളുടെ ഏതെങ്കിലും യോഗ്യത കൊണ്ടോ, നമ്മുടെ ഏതെങ്കിലും മാന്യത കൊണ്ടോ, നമ്മുടെ ഏതെങ്കിലും പ്രയത്നം കൊണ്ടോ, നമ്മുടെ ഏതെങ്കിലും പെർഫോമൻസ് കൊണ്ടോ, നമ്മുടെ ഏതെങ്കിലും എഫോർട്ട് കൊണ്ടോ അല്ല. നോ നോ നോ. കാരണം all these has happened even before the foundations of the earth was laid. നമ്മുടെ തർജ്ജിമ അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഈവൻ ബിഫോർ ദ ഫോൾ ഓഫ് ദിസ് വേൾഡ്. അപ്പൊ ലോകത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇടുന്നതിന് മുമ്പ് സംഭവിച്ച കാര്യമാണ് സുവിശേഷം. അല്ലാതെ അവിടെ നിന്ന് ചാക്കോ പാസ്റ്റർ പ്രസംഗിക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ കുഞ്ഞപ്പൻ പാസ്റ്റർ മൈക്കിൽ കൂടെ അലർന്ന് കേട്ടോ ഒന്നും അല്ല നമ്മൾ രക്ഷിക്കപ്പെടുന്നു. അതെല്ലാം തെറ്റിദ്ധാരണയാണ്. അപ്പൊ നമ്മൾ ചിന്തിച്ചോണ്ടിരിക്കുന്നത് അവിടെ കുഞ്ഞപ്പി പാസ്റ്റർ വന്നു, അല്ലെങ്കിൽ മറ്റേ കുഞ്ഞുഞ്ഞു പാസ്റ്റർ അതുവഴി വന്നു. ഇതിനോടാണ് കുഞ്ഞുഞ്ഞു പാസ്റ്റർ അതുവഴി പോട്ടെ, കുഞ്ഞപ്പി പാസ്റ്റർ അതുവഴി പോട്ടെ. ട്രൂ ഗോസ്പൽ, ദ ഗ്ലോറിയസ് ഗോസ്പൽ, അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? ലോകസ്ഥാപനത്തിന് മുമ്പ് ഞാൻ മീശ വടിച്ചത് കൊണ്ട് ദൈവത്തിന് അതങ്ങ് ഇഷ്ടപ്പെട്ടു. നോ 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 നോ. അവിടെ നമുക്ക് മീശ വടിക്കാനോ ആഭരണം ഊരാനോ നമ്മുടെ പെർഫോമൻസിനൊന്നും സമയമില്ല. ഇത് സംഭവിച്ച എവിടെയാണ്? ലോകസ്ഥാപനത്തിനു മുമ്പ് എന്നെ നിഷ്കളങ്കനായി വിശുദ്ധനായി ക്രിസ്തുവിൽ ദൈവം കാണുകയും ആ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാൻ എന്നെ മുൻ നിയമിക്കുകയും ചെയ്തു. എന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഓരോരുത്തരെയും മുൻ നിയമിച്ചിരിക്കുന്നു. ആ മുൻ നിയമിക്കപ്പെട്ടവരെയാണ് അവൻ വിളിക്കുന്നത്. എവിടുന്നാണ്? സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായിരിക്കുന്ന സിയോനിൽ നിന്ന് സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ദൈവം വിളിക്കുന്നു. ആരെ വിളിക്കുന്നു? അപ്പോ നമ്മൾ മനസ്സിലാക്കിയ സുവിശേഷം തെറ്റായ സുവിശേഷമാണ്, വികലമാക്കപ്പെട്ട സുവിശേഷം, ഹൈജാക്ക്ഡ് ഗോസ്പൽ. അപ്പം ഹൈജാക്ക്ഡ് ഗോസ്പലിനെ നമ്മൾ എന്ത് ചെയ്യാണ്? സ്വതന്ത്രമാക്കുകയാണ്. സത്യസുവിശേഷം, ദ ഗ്ലോറിയസ് ഗോസ്പൽ, വി ആർ പ്രസന്റിംഗ് ദ ഗ്ലോറിയസ് ഗോസ്പൽ, ദ വെരി സെയിം ഗോസ്പൽ preached by അപ്പോസ്തൽ പോൾ. അപ്പോസ്തലനെ പൗലൂസ് പ്രസംഗിച്ച ആ സുവിശേഷം. അപ്പൊ തേജസ്സുള്ള സുവിശേഷം എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? കുഞ്ഞപ്പി ഉപദേശിയുടെ പ്രസംഗത്തിലല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന അങ്ങ് ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം ക്രിസ്തുവിൽ നിങ്ങളെ നിരപവാദ്യനായി നിഷ്കളങ്കനായി വിശുദ്ധനായി കണ്ടു. കണ്ടിട്ട് ദൈവം എന്ത് ചെയ്തു? നിന്നെ നിയമിച്ചു. എന്തിന് നിയമിച്ചു? ക്രിസ്തുവിനെ പോലെ ആകുവാൻ നിയമിച്ചു. ക്രിസ്തുവിനെ പോലെ ആകുവാൻ നിയമിച്ചു. അതാണ് അത്താനാസിയോസ് തിരുമേനി പറഞ്ഞത്. നിർമ്മലസൂനുവിനെ അയച്ചോന ആത്താതൻ സ്തുത്യൻ ശുദ്ധൻ
നിർമ്മലമാമുദരത്തിങ്കൽ താൻ ഇറങ്ങി വസിച്ചു വിശുദ്ധമായി അവനോടു തുല്യം നാമാകാൻ നമ്മെ പോലെ അവനായി തിരുവിഷ്ടോ അവനോട് തുല്യം നാം ആകുവാൻ, അതാണ് തന്റെ പുത്രനോട് അനുരൂപമാകുവാൻ സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിച്ചു. സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിച്ചു. ആ മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചു, മുൻ നിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ എന്ത് ചെയ്തു? നീതീകരിച്ചു, നീതീകരിച്ചവരെ മുഴുവൻ പേരെയും തേജസ്കരിച്ചു. തിമോത്തിയോസിന് എഴുതുമ്പോ പൗലുസ്ലിയ പറയാണ് 2 തിമോത്തിയോസ് 1:9, 2 തിമോത്തിയോസ് 1:9, അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തു. അവൻ നമ്മെ ഞാൻ ഓർക്ക നമ്മുടെ ആളുകൾക്ക് പറ്റുന്ന ഓരോ അബദ്ധങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്ന ഈ സുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിൽ ഓരോരുത്തരുണ്ട് ഹീറോ ഓഫ് ഗോസ്പൽ, നമ്മുടെ ഗോസ്പലുമായിട്ട് വന്ന ഇവിടെ പറയണം, അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തു. വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തു. വിശുദ്ധ വിളി, ഹോളി കോൾ. അപ്പൊ നമ്മുടെ വിളി ഏതാണ്? വിശുദ്ധ വിളിയാണ്. ദൈവമാണ് വിളിക്കുന്നത്. അങ്ങനെ പറയുന്നത് വിശുദ്ധ വിളി, ഹോളി കോളാണ്. അവൻ നമ്മളെ വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത്. നമ്മളെ വിശുദ്ധ വിളി കൊണ്ട് വിളിച്ചു. നിങ്ങൾ ബൈബിള് നിങ്ങളുടെ കയ്യിൽ എത്തുന്ന ദൂരത്തുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് എടുത്ത് വായിക്കണം. ഇപ്പൊ 2 തിമോത്തിയോസ് 1:9, അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല. നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനും മുൻപേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും. ഇപ്പോൾ സകല കാലത്തിനും മുമ്പേ. അപ്പൊ ആവർത്തിച്ച് പൗലുസ്ലീഹ പറയുന്നത് ഇതാണ്. അത് റോമാലേഖനത്തിലായാലും എഫേസ് ലേഖനത്തിലായാലും തിമോത്തിയോസിന് എഴുതുമ്പോഴായാലും പൗലൂസിന് ഒരൊറ്റ മെസ്സേജേ ഉള്ളൂ. ഓൾ ദീസ് തിങ്സ് ഹാവ് ഹാപ്പൻഡ് before the very foundations of earth was laid, and all these things happened in Christ Jesus. അപ്പൊ ക്രിസ്തുയേശുവിൽ ലോകസ്ഥാപനത്തിന് മുമ്പ് സംഭവിച്ച ഒന്നാണ് സുവിശേഷം. അല്ലാതെ ആ കുഞ്ഞപ്പി പറഞ്ഞപ്പം നീ കേട്ടതല്ല. ഇപ്പൊ സുവിശേഷം എന്നാൽ ലോകസ്ഥാപനത്തിന് മുമ്പ്. ഞാനത് ഈ ബൈബിളിലെ തർജ്ജിമയായി പറയുന്ന കേട്ടോ. ലോകവീഴ്ചയ്ക്ക് മുമ്പ് അവൻ നമ്മെ രക്ഷിച്ചു, വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തു. നോട്ട് ബിക്കോസ് ഓഫ് അവർ പെർഫോമൻസ്, നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല. നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല. നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല. അടുത്ത ഞാൻ ആ വാക്യം വായിച്ചു തീർക്കാം. അപ്പോൾ അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനു മുമ്പേ ക്രിസ്തുയേശുവിൽ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ. അപ്പൊ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം. ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു his determination, his decision, and his choice, and according to his grace. This is gospel, glorious gospel. അടുത്തത് ആ സുവിശേഷത്തിന് നോക്ക് 2 തിമോത്തിയോസ് 1:11, ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പസ്തലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആ സുവിശേഷത്തിന്. ഏത് സുവിശേഷത്തിനാ? നിങ്ങളുടെ ഈ ഉപായത്തിലുള്ള സുവിശേഷത്തിനല്ല, നിങ്ങളുടെ ഈ എർത്തലി ഗോസ്പലിനല്ല.
നിങ്ങളുടെ ഈ കണ്ടീഷണൽ ഗോസ്പലിനല്ല, നിബന്ധനകളുള്ള ഉപാധികളുള്ള ആ സുവിശേഷത്തിനല്ല, നിങ്ങളുടെ ഈ താൽക്കാലികമായിരിക്കുന്ന ലോകത്തിന്റെ സുവിശേഷത്തിനല്ല. 2000 കൊല്ലം മുമ്പ് എന്ന് പറയുന്ന സുവിശേഷം ഉണ്ടല്ലോ, ആ സുവിശേഷത്തിനല്ല. അപ്പോസ്തലൻ പൗലോസ് പറയാണ്, ഞാൻ പ്രസംഗിയും ഉപദേഷ്ടാവും അപ്പോസ്തലനുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നത് സകല കാലത്തിനും മുമ്പേ ക്രിസ്തുയേശുവിൽ എന്നെ വിശുദ്ധനായി, നിഷ്കളങ്കനായി, നിരപവാദ്യനായി കണ്ടിട്ട് ആ ക്രിസ്തുവിനോട് തുല്യനാകുവാൻ അവിടെ എന്നെ നിയമിച്ചിട്ട്, എനിക്കുള്ള നിയമനപത്രം ഉലകസ്ഥാപനത്തിനു മുമ്പ് എഴുതി വെച്ചിട്ട്, ആ നിയമനപത്രവുമായി നിൽക്കുന്ന എന്നെ സ്വർഗീയ വിളി കൊണ്ട് വിളിക്കുന്ന, വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുന്ന ദൈവത്തെ കുറിച്ച് പ്രസംഗിക്കുന്ന സുവിശേഷം. I am an apostle of that gospel. I am an apostle of that gospel. I am a preacher of that gospel. ആ സുവിശേഷത്തിന്റെ പ്രസംഗകനാണ് ഞാൻ. ആ സുവിശേഷത്തിന്റെ ഉപദേഷ്ടാവാണ് ഞാൻ. ആ സുവിശേഷത്തിന്റെ അപ്പോസ്തലനാണ് ഞാൻ. അതാണ് 2 തിമോത്തിയോസ് 1:11 പറയുന്നത്. എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്. ഇനി അടുത്ത ഒരു വാക്യം ഞാൻ വായിക്കുകയാണ്. അത് ഫിലിപ്പിയ ലേഖനമാണ്. ഫിലിപ്പിയ ലേഖനം 3:13. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നത് നിരൂപിക്കുന്നില്ല, ഒന്ന് ഞാൻ ചെയ്യുന്നു. ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. It's a call of God. ദൈവത്തിന്റെ കോൾ. ഒന്ന് പറഞ്ഞു ഹോളി കോൾ, വിശുദ്ധ വിളി. 2, ഇത് ലോകസ്ഥാപനങ്ങൾക്ക് മുമ്പ് സകല ലോകത്തിനും സകല കാലത്തിനും മുമ്പേ ഉള്ള വിളി. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കാണ് ദൈവത്തിന്റെ വിളി. ഇനി വേറെ ഒരു വാക്യം കൂടെ വായിക്കാം മറ്റൊരു പുസ്തകത്തിൽ നിന്ന്. എബ്രായ ലേഖനം 3-ാം അധ്യായം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. ഇപ്പൊ നിങ്ങളുടെ മേൽ വന്നിരിക്കുന്ന വിളി ഏത് വിളിയാണ്? ഏതെങ്കിലും ഒരു എർത്തലി വിളിയോ ഒരു ഇവാഞ്ചലിസ്റ്റിൽ നിന്നുള്ള വിളിയോ ഒന്നും ആണെങ്കിൽ പ്രയോജനമില്ല. ഇറ്റ് ഈസ് എ ഹെവൻലി കോൾ, ഇറ്റ് ഈസ് എ ഹോളി കോൾ. ഇത് വിശുദ്ധ വിളിയാണ്, ഇത് സ്വർഗീയ വിളിയാണ്, ഇത് ദൈവത്തിന്റെ വിളിയാണ്, ഇത് സകല കാലത്തിനു മുൻപേ ഉള്ള വിളിയാണ്. ആ വിളിയാണ് നിങ്ങളുടെ മേലുള്ള. അതുകൊണ്ട് നമ്മുടെ ജഡത്തിലെയും ആത്മാവിലെയും കൺവെൻഷനുകളെ മുഴുവൻ ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നമ്മൾ നീക്കിക്കളയുകയാണ്. ഏത് വാഗ്ദത്തമാണ്? ഇന്നിപ്പോൾ ഈ ഗ്ലോറിയസ് ഗോസ്പൽ കേൾക്കുന്ന നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ വിളിച്ചിരിക്കുന്ന ഒരു സഭയല്ല, നിങ്ങളെ വിളിച്ചിരിക്കുന്ന ഒരു അപ്പോസ്തലനല്ല, നിങ്ങളെ വിളിച്ചിരിക്കുന്ന ഒരു ഉപദേശിയോ പ്രവാചകനോ ഒന്നുമല്ല. നിങ്ങളുടെ മേലുള്ള വിളി ഉലക സ്ഥാപനത്തിന് മുമ്പ് നിങ്ങളെ നിയമിച്ചിട്ടാണ് നിങ്ങളെ വിളിക്കുന്നത്. അതാണ് അതിന്റെ ഇൻട്രസ്റ്റിംഗ്. അപ്പം സാധാരണ ഇപ്പൊ ഒരു ജോലിക്കൊക്കെ ആളുകളെ വിളിക്കുകയാണ്. ഇപ്പൊ PSC വിളിക്കുന്നു. PSC വിളിച്ച് അപേക്ഷ ക്ഷണിക്കുന്നു. അപ്പൊ 1,00,000 പേരെ വിളിച്ചു. അതിൽ നിന്ന് 10,000 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അതിൽ നിന്ന് 5,000 പേരെ ഇന്റർവ്യൂവിന് വിളിച്ചു. അതിൽ നിന്ന് 1,000 പേരെ സെക്കൻഡ് ഇന്റർവ്യൂവിന് വിളിച്ചു. അതിൽ നിന്ന് 300 പേരെ നിയമിച്ചു. അപ്പൊ ഫൈനൽ സ്റ്റെപ്പിലാണ് നിയമനം. കണ്ടോ? ഫൈനൽ സ്റ്റെപ്പിലാണ് നിയമനം വരുന്നത്. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? ഇവിടെ ആദ്യം തന്നെ നിയമിക്കുകയാണ്. അതാണ് ഈ ഗോസ്പൽ. അപ്പൊ റെഗുലർ ഗോസ്പലും ഗ്ലോറിയസ് ഗോസ്പലും ആയിട്ടുള്ള വ്യത്യാസമാണ്. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. അപ്പൊ ആദ്യം സംഭവിച്ച എന്താണ്? ആദ്യം നിയമനം സംഭവിച്ചു. അതായത് മുന്നറിഞ്ഞവരെ മുഴുവൻ എന്ത് ചെയ്തു? നിയമിച്ചു.
ദൈവം മുന്നറിഞ്ഞവരെ മുഴുവൻ എന്ത് ചെയ്തു? നിയമിച്ചു. അപ്പൊ ആദ്യം അപ്പോയിന്റ്മെന്റ് ലെറ്റർ എഴുതി, ഒപ്പിട്ടു, സീലടിച്ചു, ഒപ്പിട്ടു, സീലടിച്ചു. ഇപ്പൊ എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കുക, യു ആർ അപ്പോയിന്റഡ്, 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 യു ആർ അപ്പോയിന്റഡ്. ഈവൻ ബിഫോർ ദ വെരി ഫൗണ്ടേഷൻസ് ഓഫ് ദ എർത്ത് വാസ് ലേഡ്, യു ആർ അപ്പോയിന്റഡ്. പിന്നെന്തോ ഭയം? ഭയപ്പെടേണ്ട. അതാണ് ഈ കണ്ടിന്യൂസ് ആയിട്ട് ദൈവം നൽകുന്നത്. 400 പ്രാവശ്യം ബൈബിളിൽ തന്നെ ദൈവം പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. അതെങ്ങനെയാണ്? നമ്മളെ വിളിച്ചത് അവന്റെ നിർണയത്തിനും അവന്റെ കൃപയ്ക്കും ഒത്തവണ്ണമത്രേ അവൻ നമ്മെ വിളിച്ചു. ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് our merit or our performance, or not based upon our works. It is solely based upon his grace. അവന്റെ കൃപ നിമിത്തം അവൻ നമ്മെ വിളിച്ചു. അപ്പൊ ഏറ്റവും ആദ്യം അവൻ മുന്നറിഞ്ഞവരെ മുഴുവൻ എന്ത് ചെയ്തിരിക്കുന്നു? മുൻ നിയമിച്ചിരിക്കുന്നു. നിങ്ങളുടെ സുവിശേഷം പരാജയപ്പെടുന്നവിടെയാണ് ഞാൻ പറയാം. നിങ്ങൾ പറയാണ് ദൈവം ഞങ്ങളെ മുന്നറിഞ്ഞിട്ടില്ല, ഇനി ദൈവത്താൽ ഒന്ന് അറിയപ്പെടാനുള്ള ഒരു പരിശ്രമമാണെങ്കിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും, നിങ്ങൾ ചെയ്തോളുക. നിങ്ങൾ പറയാണ് അയ്യോ ദൈവം നമ്മളെ അറിഞ്ഞിട്ടില്ല, ദൈവം നമ്മളെ അറിയാൻ വേണ്ടി ഇങ്ങനെ കൂവുക, അപ്പം ദൈവം നോക്കും. ആണോ? ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങളുടെ ഈ അബദ്ധ ഉപദേശങ്ങളിൽ നിങ്ങൾ രക്ഷപ്പെടാനാണ്. അപ്പൊ ദൈവം മുന്നറിഞ്ഞവരെ, അത് എപ്പോഴാണ് സംഭവിച്ചത്? ഇതെല്ലാം ലോക സ്ഥാപനത്തിന് മുമ്പ്. മനസ്സിലായോ? ലോകസ്ഥാപനത്തിന് മുമ്പ്. നീ ഇപ്പൊ മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്ന ആ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നീ ചെയ്യുന്നതിന് മുമ്പ് ദൈവം എന്ത് ചെയ്തു? നിന്നെ അറിഞ്ഞു. ദൈവം നിന്നെ അറിഞ്ഞിട്ട് ദൈവം എന്ത് ചെയ്തു? അപ്പോയിന്റ്മെന്റ് ലെറ്റർ അവിടെ എഴുതി സൈൻ ചെയ്ത് സീൽ ചെയ്തു. എന്നിട്ട് ആ അപ്പോയിന്റഡ് ആയിട്ടുള്ള ആളുകളെയാണ് എന്ത് ചെയ്യുന്നത്? വിളിക്കുന്നത്. അല്ലെ, വിളിച്ചിട്ട് ഇന്റർവ്യൂ നടത്തി അപ്പോയിന്റ് ചെയ്യുകയല്ല. ഇതാ നേരെ തിരിച്ചാണ്. അതാണ് ലിബറേറ്റിംഗ് ട്രൂത്ത്. അതാണ് യേശു കർത്താവ് പറഞ്ഞത്, സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇതിനു മുമ്പ് നിങ്ങൾ ഏത് സത്യമാണ് കേട്ടത്? നിങ്ങൾ കേട്ടത് മുഴുവൻ മതത്തിന്റെ നിബന്ധനകളാണ്. നിങ്ങൾ അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്, അവിടെ തൊടരുത്, പിടിക്കരുത്, ചാടരുത്, ഇങ്ങനെ കുറെ കണ്ടീഷൻസ്, കുറെ കൽപ്പനകൾ, കുറെ നിബന്ധനകൾ, കുറെ ഉപാധികൾ, ഇതൊക്കെയാണ് കേട്ടത്. അത് ട്രൂത്ത് അല്ലായിരുന്നു. ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രൂത്ത് നിങ്ങളെ സ്വതന്ത്രമാക്കുകയാണ്. ടോട്ടലി നിങ്ങളെ സ്വതന്ത്രം. ആ സ്വാതന്ത്ര്യം എവിടെയാണ്? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ്. അപ്പൊ അതിനൊരു എക്സാമ്പിള് പൗലുസ്ലിയ കാണിക്കുന്നുണ്ട്. റോമാലേഖനം 9-ാം അധ്യായം നിങ്ങൾ നോക്കണം. റോമാധ്യായം 9-ാമത്തെ അധ്യായം നോക്കണം. പതിനൊന്നാമത്തെ വാക്യം. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവർത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന്. ഇപ്പൊ ഞാൻ ഏശാവിനെ ദ്വേഷിച്ചു, യാക്കോബിനെ സ്നേഹിച്ചു. ദാറ്റ് ഈസ് മൈ ചോയ്സ്, ദാറ്റ് ഈസ് മൈ ഡിസിഷൻ. ദൈവം പറയാണ്. അപ്പൊ എന്തുകൊണ്ട്? ക്വസ്റ്റ്യൻ. അപ്പൊ ഗർഭപാത്രത്തിൽ കടന്ന് ഏശാവ് ബീഡി വലിച്ചോ? അതോ മീശ വടിക്കാൻ വിസമ്മതിച്ചോ? എന്ത് ചെയ്തു? ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ കുട്ടികൾ ജനിക്കുന്നതിന് മുമ്പ്, മനസ്സിലായോ? അവർ ജനിക്കുന്നതിന് മുമ്പ് ദൈവം എന്ത് ചെയ്തു? ഏശാവിനെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അത് നമ്മെ പഠിപ്പിക്കാൻ ഒരു ക്ലാസിക് ടെക്സ്റ്റ് ആയിട്ട് പൗലൂസ് എടുത്ത് കാണിക്കുന്നുണ്ടോ? അപ്പൊ അവർ ജനിക്കുന്നതിന് മുമ്പ്, അതുപോലെ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ്, നമ്മുടെ മാതാപിതാക്കൾ ജനിക്കുന്നതിന് മുമ്പ്, ഈ ലോകം സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ്, സകല കാലത്തിനു മുമ്പ് ദൈവം നമ്മെ കണ്ടു. ദൈവം നമ്മെ അറിഞ്ഞവരെ എന്ത് ചെയ്തു? നിയമിച്ചു. അപ്പൊ ദൈവം നമ്മളെ അറിഞ്ഞ എവിടെ വെച്ചാണ്? നീ അത്തിയുടെ കീഴിൽ ഇരിക്കുന്നതിന് മുമ്പ് നഥാനിയേൽ, ഞാൻ നിന്നെ അറിയുന്നു. ഓഹോ ഹോ ഹോ. അത്തിയുടെ മുമ്പ് ഇരിക്കുന്നതിന് മുമ്പ് എവിടെയായിരിക്കും? ആ ചെറിയാച്ചന്റെ
സോഡാദാനങ്ങളും കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ കർത്താവ് കണ്ടത്. നഥാനിയേൽ ചിന്തിക്കുക, നോ, ഉത്തരം എവിടെയാ? ലോകസ്ഥാപനത്തിന് മുമ്പ്. നീ സാക്ഷാൽ ഇസ്രായേലിയൻ, നിന്നിൽ കപടമില്ല. ആരെ? എന്നെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. കാരണം എഫേസ്യ ലേഖനം 1:3 പറയുന്നു, നമ്മെ നിഷ്കളങ്കരായിട്ടും വിശുദ്ധരായിട്ടും അവൻ കണ്ടു. ഇന്നിപ്പോ എന്നെ കണ്ടാലും കർത്താവ് അതാ പറയുന്നത്, നിങ്ങളെ കണ്ടാലും കർത്താവ് അതാ പറയും. എന്റെ ബഹുമാന്യ സുഹൃത്തുക്കളൊക്കെ എന്നെ കണ്ടോണ്ടിരിപ്പുണ്ട്, നിങ്ങളെ ഓരോരുത്തരെയും കണ്ട. നമ്മുടെ ഡോക്ടർ അലക്സ് തലമറ്റത്തിൽ എന്നെ കാണുന്നുണ്ട്, നമ്മുടെ ലാലച്ചൻ പാലക്കൽ കാണുന്നുണ്ട്, നമ്മുടെ മനു ചെറിയാൻ കാണുന്നുണ്ട്, ധാരാളം ആളുകളുണ്ട് ഇവിടെ. അപ്പൊ നിങ്ങളെ ആരെങ്കിലും ഇന്ന് കർത്താവ് പേഴ്സണലി കണ്ടു കഴിഞ്ഞാൽ കർത്താവ് നിങ്ങളെ നോക്കി പറയും, നീ സാക്ഷാൽ ഇസ്രായേൽ, നിന്നിൽ കപടമില്ല. യു ആർ ബ്ലെയിംലെസ്, യു ആർ ഇന്നസെന്റ്, യു ആർ ഹോളി. അതാ എഫേസ്യ ലേഖനം 1:3 പറയുന്നത്. ഞാൻ നിന്നെ കണ്ടു. എവിടെ വെച്ച് കണ്ടു? റോമാലേഖനത്തിൽ വായിച്ചതാണ്. അവൻ മുന്നറിഞ്ഞവരെ മുഴുവൻ നിയമിച്ചു, നിയമിച്ചവരെ മുഴുവൻ എന്ത് ചെയ്തു? വിളിച്ചു, വിളിച്ചവരെ മുഴുവൻ എന്ത് ചെയ്തു? വിശുദ്ധീകരിച്ചു, നീതീകരിച്ചു, തേജസ്കരിച്ചു. ഇത് മുഴുവൻ അവന്റെ നിർണയത്തിനും അവന്റെ കൃപയ്ക്കും ഒത്തവണ്ണമാണ്. അതുകൊണ്ടാണ് ഇതിനെ വിശുദ്ധ വിളി, സ്വർഗീയ വിളി, ദൈവത്തിന്റെ വിളി, സകല കാലത്തിനു മുമ്പുള്ള വിളി എന്ന് പറയുന്നത്. ആ വിളിയാണ് നമ്മുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥിതി. അപ്പൊ ഈ ഗ്ലോറിയസ് ഗോസ്പലിനെയാണ് ആളുകൾ എന്ത് ചെയ്ത് മറിച്ച് കളയുന്നത്. എന്നിട്ടാണ് അവർ ചീപ്പ് ഗോസ്പൽ ഇറക്കുന്നത്. അവരിറക്കുന്നത് എന്തെല്ലാം ചീപ്പ് ഗോസ്പലാണ്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. സഹോദര, സ്നാനമേൽക്കാറുണ്ടോ? സ്നാനം എത്രയോ ചീപ്പ് ഗോസ്പലാക്കി അതിനെ മാറ്റി അധപ്പതിപ്പിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കാനാണ് ഞാൻ ദാറ്റ് ഈസ് ഗ്ലോറിയസ് ഗോസ്പൽ. സോ അപ്പോസ്തലനായ പൗലോസ് പറയാണ്, ഈ സുവിശേഷത്തിന് എന്നെ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി നിയമിച്ചിരിക്കുന്നു. എന്തൊരു പ്രിവിലേജ് ആണ്. So glorious gospel, this great gospel, this is true gospel, this is authentic gospel, this is gospel of grace, this is gospel of Jesus Christ. യേശു ക്രിസ്തുവിന്റെ സുവിശേഷം, സ്വർഗത്തിന്റെ സുവിശേഷം, നിത്യമായ സുവിശേഷം, സത്യമായ സുവിശേഷം. ഈ സുവിശേഷം വിശ്വസിക്കുവാൻ, ഈ സുവിശേഷം പ്രസംഗിക്കുവാൻ ദൈവം നിങ്ങളെ പിന്നെയും ഹെൽപ്പ് ചെയ്യട്ടെ. താങ്ക് യു ഫോർ ലിസണിങ്. മേ ഗോഡ് ബ്ലസ് യു. ഗ്ലോറിയസ് ഗോസ്പൽ നമ്മുടെ ക്യാമ്പ് നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളവർ ഒരുമിച്ച് വരിക. നമുക്ക് ഒരുമിച്ച് ഈ കാര്യങ്ങൾ വീണ്ടും ഷെയർ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ഷെയർ ചെയ്യുവാനും പഠിക്കുവാനുമുള്ള അവസരമുണ്ട്. ഈ നവംബർ മാസം 29, 30 2 ദിവസങ്ങളിലായിട്ടാണ് നമ്മുടെ ക്യാമ്പ് നടക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വരാം. മോസ്റ്റ് ഓഫ് അവർ വ്യൂവേഴ്സ് എല്ലാം വിദേശത്ത് താമസിക്കുന്നവരാണ്. നാട്ടിലുള്ളൊരു കുറച്ച് ആളുകളേ ഉള്ളൂ. അവർക്ക് മാത്രമേ വരാൻ സാധിക്കത്തുള്ളൂ. സോ പരമാവധി ഉള്ള ആളുകൾ വരാൻ ശ്രമിക്കുക. 8589039039 നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് അത് രജിസ്റ്റർ ചെയ്യാൻ കഴിയും. Thank you for listening. Thank you for your support. May God bless you.